മുകേഷ് MLA-ക്കെതിരെ അത് നേരത്തെ വന്ന ആരോപണമാണ്. മീറ്റു ആരോപണം ഉയർന്നു വന്ന 2018 പറഞ്ഞ കാര്യം ഇന്നിപ്പോൾ അവർ മറ്റൊരു വിധത്തിൽ അത് ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ മുകേഷിന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. ഇങ്ങനെ ഒരാളെ അറിയുക പോലുമില്ല, ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുകയാണ്. ഇപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് വിളിച്ചു വരുത്തി ഇവരെ ആരെന്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇത് കൂടുതൽ കുരുക്കിലേക്ക് സർക്കാർ പോകുന്ന കാഴ്ചയാണോ നമ്മൾ ഇനി കാണാൻ പോകുന്നതെന്നൊരു സംശയമുണ്ട്. താങ്കൾ കൈ ഉയർത്തി എന്തിനാണ്? അതിനുകൂടി ചുരുക്കിയുള്ള മറുപടി. പെട്ടെന്ന് പറയാനുള്ള സമയത്തിനുള്ള അതായത് മുകേഷിന്റെ വീട്ടിലേക്കും അതുപോലെ രഞ്ജിത്തിന്റെ റിസോർട്ടിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും പ്രകടനം നയിച്ച യൂത്ത് കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ആലപ്പുഴ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ച കോൺഗ്രസ്സുകാരെന്ന് ആവശ്യപ്പെട്ട എനിക്ക് സിദ്ദീഖിന്റെ വീട്ടിലേക്ക് ഇതുവരെ ഇന്നലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെ അവർ പ്രകടനം നയിച്ചില്ല. അതുപോലെ ഇടവേള ബാബു, അദ്ദേഹത്തിന് പേര് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. കാരണം ഇടവേള ബാബുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നടി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, മോശമായ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ ബാബു എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്ക് ഒരു പ്രകടനം നയിക്കുന്നത്? അയാൾ കോൺഗ്രസ്സുകാരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല വേദികളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രത്യക്ഷപ്പെട്ടാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഇതിനകത്ത് രാഷ്ട്രീയം ജനപ്രതിനിധിയല്ലേ നിലവിൽ മുകേഷ് MLA ആണല്ലോ. അതിലേക്ക് വരാം. എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. അപ്പൊ ഇവര് നടത്തുന്ന നാടകം എന്താണ്? ഇതിനകത്ത് താഴെ വീണിരിക്കുന്ന മുഖങ്ങളിൽ കൂടുതൽ കോൺഗ്രസ് അനുഭാവികളുടെയും ആണ്. ഇനി മുകേഷ് MLA-യുടെ കാര്യം 2018 വന്ന അന്നൊരു ചർച്ച ഞാൻ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് അത് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച വനിതയെ കണ്ടിട്ട് പോലില്ലെന്ന് പറഞ്ഞു. ഇനി കണ്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കട്ടെ. എനിക്ക് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് പറയാനുണ്ട്. അതായത് അതിനുള്ള 1 മിനിറ്റ് സമയം തരണം. ഇവിടെ ഈ ചർച്ചയിൽപ്പെട്ട പങ്കെടുത്ത ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വട്ടോളി എന്ന് പറഞ്ഞ അച്ഛൻ, ഞാൻ അദ്ദേഹത്തിന് ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് എന്താ? കേരള പൊതുസമൂഹം മുഴുവനും സ്ത്രീ വിരുദ്ധരാന്ന് പറഞ്ഞു. ഇത് പറയാൻ എന്ത് ഡേറ്റ അദ്ദേഹത്തിന്റെ അടുത്തുള്ളത്? അത് എന്നെയും അനുജയോടൊപ്പം ജോലി ചെയ്യുന്ന പുരുഷന്മാരെയും ഈ കേരളത്തിലെ പുരുഷവർഗത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത്. അത് അദ്ദേഹം പിൻവലിക്കണം. കാരണം അദ്ദേഹത്തിനെ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വൈദ്യന് ഒരിക്കലും ഇത് പറയാൻ പാടില്ല. വൈദ്യരൊക്കെ ആയിട്ട് നല്ല സൗഹൃദമുള്ള ഞങ്ങളൊക്കെ. റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ അതൊക്കെ ആയിക്കോട്ടെ. ഈ ചർച്ച കാണുന്ന ജനങ്ങൾ കാണട്ടെ. കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിലെ മുഴുവൻ ഇതുപോലെ ആക്ഷേപിക്കാൻ ഈ വൈദ്യൻ ആ ലൈസൻസ് കൊടുത്തത് അത് തെറ്റേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അത് അനുജ ശ്രദ്ധിച്ചില്ലേ? അനുജ ഒരു സ്ത്രീയല്ലേ? അനുജ ശ്രദ്ധിച്ചില്ലേ? ഇദ്ദേഹത്തിന് മുമ്പിലാണ് എത്തിയിരിക്കുന്നത് ആ പറഞ്ഞ സുമിത്ര മിത്ര എന്ന് പറയുന്ന നടി. ആദ്യം ഒരു ജോഷി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയെ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവർ ആശ്രയം ചോദിച്ച് പറയാൻ അദ്ദേഹം ഓടിയെത്തി അദ്ദേഹത്തിന് അവരെ സംരക്ഷിച്ചതാണ്. പിന്നീട് ഈ പുരോഹിതന്റെ അടുത്താണ് ഈ പരാതി കിട്ടിയിരുന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് 2009 അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്നലെ എവിടെയോ പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്തയെ കണ്ടു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഇത് ഒരു ഇത്രയ്ക്ക് ക്രൂരമായ ഒരു നടപടി ഒരു ലേഡിക്കുണ്ടായി അവര് പരാതി പറഞ്ഞിട്ട് പോലും അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരാൻ ചില നിയമ നടപടിക്ക് അവരെ അദ്ദേഹം അന്ന് ഇവരോട് പറഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിച്ചല്ലോ. അതായത് വാർത്താ സമ്മേളനം നടത്താം, എന്ത് വേണമെങ്കിലും അതിന് കൂടെ നിൽക്കാമെന്ന് പറയുമ്പോൾ അവർ ഇവിടെ നിൽക്കാൻ പോലും തയ്യാറല്ല. അവർ അടുത്ത ദിവസം തന്നെ അവർ ഇവിടുന്ന് പോവുകയായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. ഇനിയും അദ്ദേഹം പറയുന്നുണ്ട് താനൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന്. ഡോക്ടർ ആശ പറയൂ. താങ്കൾ ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്ര പേരുടെ പേരുകളുണ്ട്? അതെല്ലാം ഇത്രയും കാലം പൂഴ്ത്തി വെച്ചിട്ട് താങ്കൾ അതിനെക്കുറിച്ചല്ല, താങ്കൾ ഈ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയെ എന്തിനു കോർഡർ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ആശ പറയൂ. ഒരു കാര്യം, സിമ്പിൾ കാര്യം പറയാനുണ്ട്. ഹലോ, ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വട്ടോളി അച്ഛൻ മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം നമുക്ക് ഈ ഡേറ്റ മുഴുവനും CDS, അതായത് വളരെ കൃത്യമായിട്ട് ഇത് പഠിക്കുന്ന പല സ്ഥാപനങ്ങളിലും സോഷ്യോളജിസ്റ്റ്, എക്കണോമിസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഡെവലപ്പ് ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കൂ. നിങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങൾ എങ്ങനെ പറയുന്നത്? ആരെയാണ് പേടിക്കുന്നത്? ഡോക്ടർ ആശ റെജി ലൂക്കോസ് സർ
ആരെയാണ് പേടിക്കുന്നത്? ഒരു കാര്യവുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ ഡാറ്റ അവൈൽ ഇവിടെ ഡാറ്റ അവൈലബിൾ ആണ്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഡേറ്റ അവൈലബിൾ ആണ്. കേരളത്തിലെ പ്രശ്നം ഡെവലപ്മെന്റ് പാരഡോക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് കൃത്യമായി വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീകൾക്ക് കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങളുണ്ട്, അവർ അതിലൊക്കെ മെച്ചമാണ്. കേരളം അതിലൊക്കെ മെച്ചമാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ ആഹ്ലാദിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇല്ലാത്ത സ്ത്രീകളുടെ ഉന്നമനത്തിന് വിഘാതമായി നിൽക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷം വളരെ ഗൗരവമായിട്ടുള്ള സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡീസിലെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. കാരണം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന്, കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കോഷ്യൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ ഹൈ ആണ്. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്നു. പക്ഷേ ഈ ഹയർ എഡ്യൂക്കേഷൻ എടുക്കുന്നവർ അത് അത്രയും അളവിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമേ കാര്യമായ ജോലികളിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അല്ലാത്തവർ വീട്ടുജോലിയും കുട്ടികളെ നോക്കലുമായി കഴിയുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഈ പറയുന്ന വളരെ ഗൗരവപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കാര്യം, കേരളം ഇത്ര ഗംഭീരമായിട്ടുള്ള ഡെവലപ്മെന്റ് കോണ്ടെക്സ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ സ്ത്രീധനം മുതലായ കാര്യങ്ങൾ ഒരു കാരണവശാലും നിരോധിക്കപ്പെടുന്നില്ല. ആരും അത് വേണ്ട എന്ന് പറയുന്നില്ല.